കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊരു ജൈവഘടനയുണ്ട്. ആ ജൈവഘടനയുടെ ഭാഗമാണ് ഉൾപാർട്ടി സമരം. വേറെ പാർട്ടിക്ക് ഇല്ലാത്തതാണ്. നിങ്ങൾ കോൺഗ്രസിനകത്തുണ്ടോ ഇത്തരമൊരു ജൈവഘടന? BJPക്കകത്തുണ്ടോ? മുസ്ലിം ലീഗിനകത്തുണ്ടോ? ഇല്ല. അതിൽ നിന്ന് സവിശേഷമായിട്ടുള്ള സംഘടനാ തത്വം അനുസരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ആശയപരവും സംഘടനാപരവുമായിട്ടുള്ള പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സമരം നടക്കും. അതില്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല എന്നാണ്. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപ്പോൾ മരിക്കും. കാരണം ജീവത്തായിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിനകത്ത് ആശയപരം, രാഷ്ട്രീയമായിട്ടുള്ളത്, സംഘടനാപരമായിട്ടുള്ള ഉൾപാർട്ടി സമരം നടക്കും. ആ ഉൾപാർട്ടി സമരത്തിൽ നമ്മളെ നിലപാട് സ്വീകരിക്കുക. നിലപാടിന് മാറ്റമില്ല. അതേസമയം നിലപാട് ഞാൻ പറഞ്ഞാലും തീരുമാനം എടുക്കുന്നു. തീരുമാനം അനുസരിച്ച് നടപ്പാക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അത് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ രീതി.